ഹായ് ട്രേഡേഴ്സ്, എല്ലാവർക്കും ഫീച്ചേഴ്സ് ട്രേഡിംഗ് അക്കാദമിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ സീരീസിൽ പറഞ്ഞ പോലെ ടോപ്പ് 10 ആയിട്ടുള്ള കമ്പനികളെ നമ്മളൊരു ക്വിക്കിലി ഒരു അപ്ഡേറ്റ് നമ്മൾ നടത്തിയിരുന്നു. അതിൽ ഏതായിരുന്നു ടോപ്പ് 1, ഏതായിരുന്നു ഏറ്റവും ലാസ്റ്റ് വന്ന ഫേം ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിരുന്നു. നമ്മൾ ഇന്ന് 8ാം സ്ഥാനത്ത് വന്നേക്കുന്ന മറ്റൊരു ഫേമിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു ഫേമിന്റെ പേരാണ് ഗോഡ് ഫണ്ടർ എന്നാണ് നമ്മൾ ഫേം. ആ ഫേമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴും മറ്റു ഓഫറും മറ്റു കാര്യങ്ങളും ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഫേമാണിത്. അതേപോലെ തന്നെ ഒത്തിരി ബോഗോ ഓഫർ ഉണ്ടാവും. ഒരു ചലഞ്ച് പർച്ചേസ് ചെയ്താൽ തന്നെ മറ്റൊരു ചലഞ്ച് കൂടി കിട്ടുന്ന രീതിയിലുള്ള ഇത്തരത്തിലാണ് ഇവരുടെ ഓഫറും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ആ ഒരു പ്രൈസിനുള്ള വർത്തായിട്ടുള്ള ഫേമാണോ, നമുക്ക് പേ ഔട്ട് റിജക്ഷൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതലായിട്ട് നോക്കുന്നത്. അതിൽ തന്നെ ഇവരുടെ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവർക്ക് 4 പ്ലാനാണുള്ളത്. 1 സ്റ്റെപ്പ് ഉണ്ട്, 2 സ്റ്റെപ്പ് ഉണ്ട്, 3 സ്റ്റെപ്പ് ഉണ്ട്, പിന്നെ മറ്റൊന്ന് ഇൻസ്റ്റന്റ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ഇതാണെന്നാണ്, മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളത് ഇതാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിൽ തന്നെ 1 സ്റ്റെപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 സ്റ്റെപ്പ് 15K തുടങ്ങിയാണ്, 5K ഇല്ല, 15K തുടങ്ങിയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 200K വരെ ഉണ്ട്. അതിൽ തന്നെ നമുക്ക് പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് 15Kക്ക് വരുന്നത് ഏകദേശം $107 വരുന്നുണ്ട്. കുറച്ച് ഓവർ പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മിക്കപ്പോഴും ഓഫർ ഉണ്ടാവും, 50% ഓഫർ ഒക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു $50 ഇതിന് വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 15K വർത്തായിട്ട് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ 2 സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് 5K ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട്. 2 സ്റ്റെപ്പിൽ 2 പ്ലാൻസ് ഉണ്ട്. ഒന്ന് ഗോട്ട് പ്ലാൻ ഉണ്ട്, അതുപോലെ സ്റ്റാൻഡേർഡ് ഉണ്ട്, പിന്നെ പ്രോ പ്ലാൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആ വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. ഗോട്ട് എന്ന് പറയുന്ന പ്ലാനിനാണെങ്കിൽ ടാർഗറ്റ് 8%, ഡെയിലി ഡ്രോ ഡൗൺ 4%, മാക്സിമം ഡ്രോ ഡൗൺ 10% ഉണ്ട്. മറ്റു കമ്പനികളൊക്കെ 8% ഉള്ളത്. ട്രേഡിംഗ് പീരീഡ് നോ ടൈം ലിമിറ്റ് എന്നാണ് ഇട്ടേക്കുന്നത്. ലിവറേജ് 1:100 തന്നെയുണ്ട്. പ്രോഫിറ്റ് സ്പ്ലിറ്റ് 80% ഉണ്ട്. അതേപോലെ തന്നെ ന്യൂസ് ട്രേഡിംഗ് അലൗഡ്, വീക്കെൻഡ് ഹോൾഡിംഗ് അലൗഡ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഗോട്ടിൽ വരുന്നത്. അതേപോലെ പ്രൈസ് വരുന്നത് 100Kക്ക് 263 വരുന്നത്. 438 വരുന്നത്. 438 പ്രൈസ് ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ഇപ്പോഴത്തെ പ്രൈസ് 263 വരുന്നത്. മറ്റു ഫേംസ് ഒക്കെ 315, 320 വരുന്നുണ്ട്. ഏകദേശം $100 ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാക്സിമം ഡ്രോ ഡൗൺ ഏകദേശം 10% ഉണ്ട്. മറ്റൊരു പ്ലാൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. സ്റ്റാൻഡേർഡിന്റെ ടാർഗറ്റ് 10% വരുന്നുണ്ട്. ഡെയിലി ഡ്രോ ഡൗൺ 5% ഉണ്ട്. മാക്സിമം ഡ്രോ ഡൗൺ 10% ഉണ്ട്. ഇതിന്റെ പ്രൈസ് 341 വരുന്നത്. ഒറിജിനൽ പ്രൈസ് 568. ഓഫർ കഴിഞ്ഞിട്ട് 341 കിട്ടും. അതാണ് ന്യൂസ് ട്രേഡിംഗ് അലൗഡ് 1:100, മറ്റു കാര്യങ്ങൾ 80% ഒക്കെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് വരുന്നത്. ടൈം പീരീഡ് നോ എന്ന് കാണിക്കുന്നുണ്ട്. എല്ലാ ഫേംസും ടൈം പീരീഡ് നോ എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും വാലിഡിറ്റി ഇല്ലെന്ന് കാണിക്കുന്നെങ്കിലും ഇൻ ആക്റ്റീവ് പീരീഡ് ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരു ട്രേഡെങ്കിലും എടുത്തിരിക്കണം എന്നുള്ളൊരു റൂൾ ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ നോക്കി ചിലരൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ടിട്ട് ലോസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ടൈം ലിമിറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ട്രേഡ് ചെയ്യാണ്ടിരിക്കും. പക്ഷെ അങ്ങനെയല്ല, 7 ദിവസത്തിലേക്ക് ഒരു തവണയെങ്കിലും നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് ആവശ്യകത ഉണ്ടാവും. മിക്ക ഫേംസിനും ഇൻആക്റ്റീവ് പീരീഡ് ഉണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. സ്റ്റാൻഡേർഡ് പ്ലാനിന്റെ പ്രൈസ് 341 വരുന്നത്. ഇപ്പൊ പുതുതായിട്ട് വന്നേക്കുന്ന ന്യൂ അഥവാ പ്രോ പ്ലാൻ ഉണ്ട്. അതിന്റെ ടാർഗറ്റ് 8% വരുന്നത്. ഡെയിലി ഡ്രോ 4%. അതേപോലെ തന്നെ 8% ഉള്ളൂ മാക്സിമം ഡ്രോ. ഇതാണ് ഇതിന്റെ മറ്റൊരു വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ പ്രൈസ് 323. ഇത് നേരത്തെ പറഞ്ഞ പോലെ 350 വരുന്ന മറ്റു ഫേംസിന്റെ പ്രൈസ് ആണ്. ഇത് ഒരു കുറച്ച് ഓവർ പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രോഡക്റ്റ് പ്രൈസ്. ഇനി 3 സ്റ്റെപ്പ് ഉണ്ട്. 3 സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് 6%, അതേപോലെ ഡെയിലി ഡ്രോ ഡൗൺ 4%, അതേപോലെ തന്നെ മാക്സിമം ഡ്രോ ഡൗൺ 8%. ഇങ്ങനെയാണ് അതിന്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. 3 സ്റ്റെപ്പ് ഉണ്ടാവും. ഫസ്റ്റിന് 6%, അതേപോലെ സ്റ്റെപ്പ് 2ഉം 3ക്കും 6%. അപ്പോൾ ഇതൊരു നമുക്ക് കുറച്ച് കഷ്ടപ്പെടണം. കാരണം ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, അത് കഴിഞ്ഞിട്ട് ലൈവ് അക്കൗണ്ട് വരുള്ളൂ. അപ്പോൾ ഇതിന്റെ പ്രൈസ് നല്ല രീതിയിൽ ഓവർ പ്രൈസ് ആയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 100Kക്ക് 219 വരുന്നുണ്ട്. ഈ സെയിം പ്രൊസീജിയർ തന്നെയുള്ള പയേഴ്സിന്റെ ഒരു ഇതുണ്ട്, ബൂട്ട് ക്യാമ്പ് ഉണ്ട്. അതായിരിക്കും കുറച്ചും കൂടി ഇത്തരത്തിൽ ചെയ്യുന്നതിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. 3 സ്റ്റെപ്പ് ഏറ്റവും 3 സ്റ്റെപ്പ് നല്ലത് പയേഴ്സിന് തന്നെയാണ്. ഇതൊരു ഓവർ പ്രൈസ് ആയിട്ടാണ് തോന്നിയേക്കുന്നത്. കാരണം 3 സ്റ്റെപ്പ് നമ്മൾ ട്രേഡ് ചെയ്യണം. പെർസെന്റേജ് 6% വെച്ച് മൊത്തം 18% അടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേപോലെ മറ്റൊരു പ്ലാറ്റ് ഇൻസ്റ്റന്റ് ഉണ്ട്. അവർക്ക് ടാർഗറ്റ് നോ മിനിമം ടാർഗറ്റ് ആണ്. ഡെയിലി ഡ്രോ ഡൗൺ നൺ. അതേപോലെ തന്നെ മാക്സിമം ഡ്രോ ഡൗൺ 4%. മാക്സിമം ഡ്രോ ഡൗൺ വരുന്നത് 50K ആണ് ഇട്ടേക്കുന്നത്. 5K വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 71 രൂപയാണ് വരുന്നത്. ഇത് നമുക്ക് ഫണ്ടിങ് പിപ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫണ്ടിങ് പിപ്സിന് $66 വരുന്നത്. ഇവർക്ക് ഇനി കൺസിസ്റ്റൻസി റൂൾ ആണ് നമുക്ക് നോക്കേണ്ടത്. പ്രോഫിറ്റ് സ്പ്ലിറ്റ് 80% ഉണ്ട്. റിവാർഡ് ഷെഡ്യൂൾ ബൈ വീക്ക്ലി ആണ്. ട്രേഡിംഗ് പീരീഡ് അൺലിമിറ്റഡ് തന്നെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഓഫർ ഉള്ളപ്പോൾ നമുക്ക് $71 കിട്ടുന്നുണ്ട്. ഇൻസ്റ്റന്റ് ഫണ്ട് ആണ് വരുന്നത്. ഇത്രയും പ്ലാൻസ് ആണ് നിലവിലുള്ളത്. ഇതിൽ തന്നെ എനിക്ക് കുറച്ചും കൂടി 2 സ്റ്റെപ്പിൽ തന്നെ ഗോട്ട് എന്നുള്ള ഓപ്ഷൻ ആണ് കുറച്ചുകൂടി പ്രൈസ് വർത്തായിട്ട് തോന്നിയേക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഇനി ഒരു ട്രസ്റ്റ് പൈലറ്റിലേക്ക് പോയി നോക്കാം. ട്രസ്റ്റ്
ടെസ്റ്റ് പോകുമ്പോൾ നമുക്ക് ഇവരുടെ റിവ്യൂ ഒത്തിരി നെഗറ്റീവ് റിവ്യൂ ഉള്ള ഒരു ഫേം ആയിട്ടാണ് നമുക്ക് ഫസ്റ്റ് വ്യൂ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. 3.5 ഉള്ളൂ റിവ്യൂ ഇത് ടെസ്റ്റ് ബൈ സ്കോർ. 3230 റിവ്യൂസ് നടന്നുണ്ട്. അതിൽ ഒട്ടുമിക്കതും നെഗറ്റീവ് റിവ്യൂ ആണെന്നുള്ളതാണ് ഏറ്റവും രസകരം. ഇവരെ പറ്റിയുള്ള ഏറ്റവും വലിയൊരു കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ലൈവ് അക്കൗണ്ട് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. അതേപോലെ സീറോ ഡെനൈൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ ലൈവ് അക്കൗണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാരുള്ളൂ, 900ഓളം പേരെ കമ്മ്യൂണിറ്റിയിലുള്ളൂ. അതിൽ തന്നെ ഒരു 3ഓളം പേർക്ക് ഇവരുടെ അക്കൗണ്ട് എടുത്തിട്ട് ബോഗോ അക്കൗണ്ട് ഒക്കെ എടുത്തിട്ട് പാസ്സായതിനു ശേഷം ലൈവ് അക്കൗണ്ട് കിട്ടാതെ വന്നിട്ടുണ്ട്. അതിലൊരാൾക്ക് നല്ല രീതിയിൽ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു 2 ആഴ്ച അവരെ ബുദ്ധിമുട്ടിച്ച് തന്നെ അവർക്ക് ലൈവ് അക്കൗണ്ട് കൊടുത്തു. ആ ലൈവ് കിട്ടിയ ആൾക്ക് ഏകദേശം ഒരു 5000 USD പ്രോഫിറ്റും അവർ വിഡ്രോവലും കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഒരു ലൈവിലേക്ക് കിട്ടാനാണ് ഇവരുടെ കുറച്ച് ബുദ്ധിമുട്ട്. ലൈവിൽ കിട്ടിയതിന് ശേഷം പേ ഔട്ടിലേക്ക് വരുമ്പോൾ ഇവർ റിജക്ഷൻ വളരെ കുറച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. റിജക്ഷൻസ് ആ ലൈവ് കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ്. അപ്പൊ എന്നെ തന്നെ നമ്മുടെ ആ കമ്മ്യൂണിറ്റി തന്നെ 3-4 പേരെ നമ്മളെ ആ ഇതിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ ഗ്ലോബലി ഉള്ളത് നോക്കുമ്പോൾ ആ ഒരു വ്യത്യാസം നല്ല രീതിയിൽ ട്രസ്റ്റ് പൈലറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ ഇവരുടെ മാൻഡേറ്ററി സ്റ്റോപ്പ് ലോസ് മാൻഡേറ്ററി ആണെന്ന് ചോദിക്കുന്നുണ്ട്, ഇല്ല എന്ന് അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് ഒരു ഹിഡൻ റൂൾ അല്ല, അവർ വളരെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു 2% ഹോൾഡിംഗ് ഇതുണ്ട്. 2% നമ്മൾ സിംഗിൾ ട്രേഡിൽ ലോസ് വന്നു കഴിഞ്ഞാൽ 2% ലോസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സോഫ്റ്റ് ബ്രീച്ച് ആയിട്ട് കണക്കാക്കും. രണ്ടാമത്തത് 50% നമ്മുടെ പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റ് കട്ട് ചെയ്യും. 2% നമ്മൾ സിംഗിൾ ട്രേഡിൽ ലോസ് വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ തവണ നമ്മുടെ അക്കൗണ്ട് പോകുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ആ ഒരു സംഭവം നിങ്ങൾ ഓർത്തിരിക്കുക. വാട്ട് ഈസ് ഗോഡ് ഗാർഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരത് ഉൾപ്പെടുത്തിയേക്കുന്നത്. നിങ്ങളിത് ഡീറ്റെയിൽ ആയിട്ടുള്ളതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെയാണ് നമുക്ക് ഫസ്റ്റ് നോ പെനാൽറ്റി, പിന്നെ സ്പ്ലിറ്റ് റെഡ്യൂസ് ചെയ്യും, 50% ആക്കി മാറ്റും, അക്കൗണ്ട് ബ്രീച്ച് ആവും മൂന്നാമത്തെ തവണ 2% വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇതാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ ഒരു ക്രിപ്റ്റോ കറൻസി മറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു ഫേംസിന്റെ എനിക്ക് നോക്കിയിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഓഫർ കിട്ടുമ്പോൾ നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നതിന് പകരം ഈ ഒരു ഫേമിൽ നിന്നും ലൈവ് അക്കൗണ്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും ലൈവ് അക്കൗണ്ട് എടുത്തിട്ട് കിട്ടാത്തതുണ്ടെങ്കിൽ അവരെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ഡിസ്കോഡ് ഗ്രൂപ്പിലും അതേപോലെ തന്നെ മെയിലും മറ്റു കാര്യങ്ങളെല്ലാം അയച്ച് കണ്ടിന്യൂസ് ആയിട്ട് അവരായിട്ട് കോൺവെർസേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ലൈവ് അക്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അത്രയും ബുദ്ധിമുട്ടി ഈ ഒരു ഫേം സെലക്ട് ചെയ്യണം എന്നുള്ളത് ഇല്ല. പക്ഷെ നല്ല ഓഫറാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ടൈം ഒക്കെ എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതിനൊക്കെ സ്ട്രാറ്റജി ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവർക്ക് ഈ ഒരു ഫേം സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളിതൊരു റെക്കമെൻഡ് ആയിട്ടോ ഇതൊരു നല്ല ഫേം ആണെന്നോ നമ്മൾ പറയുന്നില്ല. നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ട്രേഡ് കാര്യങ്ങളെല്ലാം ചെറിയൊരു എമൗണ്ടിനൊക്കെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഗോഡ് ഫണ്ടറിനെ കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും